അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു കേട്ടോ. എന്താ നല്ലതാണ് നമ്മുടെ ബീൻസൊക്കെ അന്ന് ഞാൻ കുത്തി കൊടുത്ത കമ്പയിൽ അന്ന് വീഡിയോ കണ്ടവർക്കറിയാം. അന്ന് തീരെ വയ്യാത്തതുകൊണ്ട് അന്ന് മഴയൊക്കെ ഉള്ള സമയമല്ലായിരുന്നു. വയ്യാത്തതുകൊണ്ട് ചെറിയൊരു കമ്പ് കുത്തി കൊടുത്തു. അതങ്ങ് നിലം പറ്റി മഴ തല്ലി കളയല്ലോ എന്ന് ഓർത്തത് കണ്ടോ. ഇപ്പം ആ കമ്പിൻ്റെ പൊക്കത്തിൽ കയറിയിട്ടോ. അപ്പോൾ ഇനി വേറൊരു നല്ല കമ്പൊക്കെ ഒന്ന് കുത്തി കൊടുക്കാൻ പോവാം. ഞാൻ നല്ല കമ്പൊക്കെ കുത്തി കൊടുക്കും കേട്ടോ. നല്ല ഹൈറ്റുള്ള കമ്പ്. അന്ന് എന്നെക്കൊണ്ട് പറ്റില്ലാറും. അതുകൊണ്ട് ഈ കമ്പയിലും കൂടെ കയറി കഴിയുമ്പോൾ വള്ളി കെട്ടി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഒത്തിരി ദിവസമൊന്നും ആയില്ല, പക്ഷേ ഈ ബീൻസ് പെട്ടെന്ന് ഇങ്ങനെ കയറി വരും കേട്ടോ. പെട്ടെന്ന് കയറി വരുകയും ചെയ്യും, പെട്ടെന്ന് പൂവിടുകയും ചെയ്യും. സാധാരണ ചെയ്യാറുള്ള ഇങ്ങനെ കമ്പ് കുത്തിയിട്ട് കണ്ടോ, ഇങ്ങനെ ശിഖരങ്ങളുള്ള കമ്പ് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഇതേക്കൂടെയൊക്കെ അങ്ങ് കയറി പടർന്ന് കയറാൻ ഇടമുണ്ടല്ലോ. നമ്മൾ ആദ്യം തന്നെ വള്ളി കെട്ടി കൊടുത്താലുണ്ടല്ലോ, അത് ഭയങ്കര പാടാണ് എല്ലാത്തിനും ആകുമ്പോഴേ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നോർമലി കാപ്പിയുടെ കമ്പൊക്കെ ഇങ്ങനെ ഒത്തിരി ശിഖരങ്ങളുള്ളതാലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും കമ്പൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെയുള്ള എല്ലാം കമ്പിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട്. ഇതുണ്ട്, ഇത് മഞ്ഞക്കണ്ടത്തേല നിൽക്കണം, അവിടെ അങ്ങ് കുത്തി കൊടുക്കാം. അതൊക്കെ മുട്ടിടാറായി ആ ബീൻസൊക്കെ. ഇത് നോക്കിക്കേ, അത് ചാഞ്ഞ് പോയി കമ്പും മറിച്ചതാ പുറത്തേക്ക് പോയി. മഞ്ഞളിനൊന്നേ കുറച്ച് കാടുണ്ട്, അതൊന്ന് പറിച്ചേക്കാമെന്ന് കരുതി വന്ന കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ സ്ഥിതി കാണുന്നത്. ഈ ബീൻസൊക്കെ ഞാൻ ലാസ്റ്റ് നട്ടാ കേട്ടോ. എന്നാലും അത് മഴയത്തൊക്കെ അരജീവനായിട്ട് നിൽക്കണ്ട കേട്ടോ. നമുക്കൊന്ന് കയറ്റിക്കൊണ്ട് വരണം. മഴ തല്ലിയൊക്കെ കളഞ്ഞതാണ്. പിന്നെ വളമൊക്കെ വന്നിട്ട് ഇതിനും കമ്പ് കുത്താറായിട്ടുണ്ട് കണ്ടോ. നാമ്പ് നീണ്ടു തുടങ്ങി. ഇപ്പോൾ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നട്ടപ്പോൾ നമ്മൾ ഒത്തിരി അടിയിലേക്കല്ല നട്ടേ. അപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ അത് പതിയെ ചുവട്ടിൽ നിന്നൊക്കെ മണ്ണ് പോയിട്ടോ. അതുകൊണ്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കണ്ട. നമ്മളന്ന് ചവറ് വെച്ച് കൊടുത്താൽ ആ കമ്പൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി കളയാം. ചുവട്ടിലിങ്ങനെ മണ്ണും വളമൊക്കെ അങ്ങ് ചെന്ന് കഴിയുമ്പോഴേ തന്നെ കയറിപ്പോരും കേട്ടോ. നന്നായിട്ട് കയറി പോകുന്നോളൂ. ഇപ്പോൾ ഒരുമാതിരി അരജീവനായിട്ടാണ് നിൽക്കണേ. അന്ന് നട്ടതെല്ലാം ഇല്ല കേട്ടോ. ചിലതൊക്കെ പോവുകയൊക്കെ ചെയ്തു. നല്ല മഴയല്ലായിരുന്നോ. നമുക്ക് ആകെപ്പാടെ 5-6 ചൂട് മാത്രമേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മണ്ണിടിയിലും കഴിഞ്ഞു, കമ്പ് കുത്തലും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി കയറി വന്നത് മഞ്ഞക്കണ്ടത്തേലെ പള്ളയൊന്ന് പറിച്ച് കളയാനായിരുന്നു. അപ്പോൾ അതേ ആ പണി എൻ്റെ വീണ്ടും തുടരും കേട്ടോ. ഈ മഞ്ഞളിന് ഞാൻ ഒരു ആരജീവനായിട്ട് ഇത് നിന്നതാട്ടോ. അപ്പോൾ ഞാൻ അന്നേരമാണ് ആ മഴയത്ത് കുറച്ച് ചാരമൊക്കെ ഇട്ട് കൊടുത്തത്. ആ ഇലയെ ചാടാണ്ടങ്ങ് ചാരം ഇട്ട് കൊടുത്തത്. ഇപ്പോൾ അതേ അതൊരു എനർജറ്റിക്കായിട്ട് കയറി വന്നു തുടങ്ങി കേട്ടോ. മഞ്ഞളിനും നല്ല, അതുപോലെ തന്നെ ഇഞ്ചിക്കും നല്ലതാട്ടോ. അതിൻ്റെ ഇലയിലിടരുത്, മഴ പെയ്യണ ദിവസം, മഴയുള്ള സമയത്താണ് ഇടാമോളൂ. ഇലയിലൊന്നും മുട്ടിക്കാണ്ട് ചാരം ഇട്ട് കൊടുത്താൽ നല്ല കേട്ടോ മഞ്ഞളിന്. ബാക്കി ജൈവവളത്തോടൊപ്പം പിന്നെ ചവറും വെച്ച് കൊടുക്കണം. നല്ല ചീമക്കൊന്നയുടെയും അങ്ങനെയുള്ള ചവറും വെച്ച് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ചെറുതാണെങ്കിലും ഈ വീഡിയോ ഇടാനുള്ള കാരണം, എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒരു വീട്ടമ്മയ്ക്കെങ്കിലും ഒരു മുളക് ചീനിയെങ്കിലും തൻ്റെ അടുക്കളത്തോട്ടത്തിലേ വെക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ അപ്പോൾ അവിടെ നമ്മൾ ജയിക്കുകയല്ലേ ചെയ്യണേ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. പിന്നെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.